സ്റ്റേജിമ്മ കയറിയാലും വയല് വരാനും പ്രസംഗിക്കാനും ഉഷാറാണ്. ആലിമീങ്ങൾ സ്റ്റേജിമ്മ കയറി തെറി പറയാനൊക്കെ ഉഷാറാണ്. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരമായി സ്റ്റേജ് കയറി തെറി പറയുന്ന മൂല്യരാജ്. ഞങ്ങൾക്ക് അതിൽ വേദന ഉണ്ട്. ആലിമീങ്ങൾ തെറിയനയിൽ തൊടുപുയാറിന് ചങ്ങായിയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആളെ പലർക്കും പരിചയം കാണും. ഇയാൾ ഇന്നലെ കടപ്പുറത്ത് വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ കടപ്പുറത്ത് ചാവക്കാട് കടപ്പുറത്ത് വെച്ചാൽ കണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറക്കിയ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാം പെരുന്നാൾ ദിവസം വൈകിട്ട് അദ്ദേഹത്തെ കണ്ടതാകെ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സമയം. പല ജാതി ആളുകളും പല രൂപത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് കടപ്പുറം. അത് വഴിക്ക് ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാറ നടക്കേണ്ടപ്പോൾ നമ്മളും ചിന്തിച്ചെന്ത്, സാധാരണക്കാരിലപ്പുറം വലിയ താടിയും തലപ്പാവും തൊപ്പിയും തോപ്പൊക്കെ ഇട്ട് ആ ചിഹ്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അതൊന്നും മാനിക്കാതെ അദ്ദേഹം കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കുക. അത് മാത്രമല്ല, അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പരിസരത്ത് വെച്ചിട്ട് 2-3 ആളൊക്കെ ഞങ്ങൾ നിസ്കരിച്ച്. അപ്പോഴും ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്നുണ്ടാകുന്ന അഭിപ്രായം പറഞ്ഞു, ഇവിടെ മൗലികരായിട്ട് പോയി നമ്മൾ നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങളെ കൂടെ ഇങ്ങനെ തിരുത്തണ്ടി നടക്കുന്നതാണ് ആൾ കാണുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നിസ്കരിക്കണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവരൊക്കെ യൂട്യൂബൊക്കെ ആയിട്ട് പ്രസംഗിക്കുന്ന ചീത്ത പറഞ്ഞ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ ഒരാളാണ്. പ്രത്യേകിച്ച് ഇയാളെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാളൊരു യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് നോക്കി ചെക്കന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ചീത്ത പറയുന്ന പണ്ഡിതൻ. അങ്ങനത്തെ ഒരാൾ ഒരു കടപ്പുറത്ത് വന്ന് മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞ് ഇശ പോലും മഗ്‌രിബ് പോലും നിസ്കരിക്കാതെ, മഗ്‌രിബ് ഖളായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാതെ ഇവരെ കൂടെ ഇങ്ങനെ ഈ ചാവക്കാട് കടപ്പുറത്ത് കൂടി ഇങ്ങനെ നടക്കുക. അങ്ങനെ അവിടെയുള്ള ചെക്കന്മാർ വീഡിയോ എടുത്തു. ഇത് പൊതുസമൂഹത്തിനെ അറിയിക്കണം. ഇവരൊക്കെയാണല്ലോ ഈ നല്ല നല്ല പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ് നടക്കുന്നത് സമൂഹത്തിൽ. ഇവരെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വീഡിയോസ് എടുക്കുമ്പോൾ അദ്ദേഹം കണ്ടിവരോട് ചോദ്യം ചെയ്തു, എന്താ നിങ്ങളുടെ കുടുംബത്തെ ഫാമിലിയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവർ കടപ്പുറത്ത് തന്നെ എല്ലാ വീഡിയോസും മൊത്തത്തിൽ എടുക്കുന്ന സ്ഥലമാണ് കടപ്പുറം എന്ന് പറഞ്ഞാൽ. അതിൽ വീഡിയോസ് പെടുന്നവരും പെടാത്തവർ പെടില്ല. അത് ഇവിടെ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ പണ്ഡിതനാണ്, യൂട്യൂബിലൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾ നിസ്കരിച്ചു, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന കണ്ട് നിസ്കരിക്കുന്നില്ല. അപ്പോൾ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടാരോ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചില്ല, നിങ്ങളെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു, ഞങ്ങൾ വീക്ഷിക്കായിരുന്നു എന്ന രൂപത്തിൽ വരെ പറഞ്ഞു വരും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ സാഫിറാൻ എന്ന് പറയണമെങ്കിൽ ഇയാൾ ഇവിടെ 9 കിലോമീറ്റർ നാട്ടിൽ. എങ്ങനെ 9 കിലോമീറ്ററിൻ്റെ സാഫിർ ആകണേ? യാത്രക്കാർക്ക് അനുകൂലം ഉണ്ടാവുമോ? അപ്പോൾ ഇത്തരം ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയണം. ഇവരൊക്കെയാണ് പണ്ഡിതന്മാരും മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ ചീത്ത പറഞ്ഞ് പ്രഭാഷണം നടക്കുന്നത്. ഇവരെ സമൂഹം തിരിച്ചറിയുക തന്നെ വേണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്, ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്.